1850 സ്ക്വയർ ഫീറ്റ് ഷീറ്റ് വർക്കിൻ്റെ ഫുള്ള് ഫ്രെയിം സെറ്റായിട്ടുണ്ട്. ചാലാടാണ് നമ്മളെ സൈറ്റ് വരുന്നത്. 4 മൂലയാണ്, 1-ാം നിലൻ്റെ മുകളിലും കൂടിയാണ്. ഇവിടെ മെറ്റീരിയൽ ചാർജ് വന്നത് ഏകദേശം 2 ലക്ഷം രൂപയാണ്. അതിൽ ഫുള്ളായിട്ട് അപ്പോളോ പൈപ്പും ടാറ്റ ഷീറ്റുമാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ വർക്കിംഗ് ചാർജ് സ്ക്വയർ ഫീറ്റിന് 25 രൂപയും ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതായത് 1-ാം നിലൻ്റെ മുകളിൽ വരെ 4 മൂലയാണെങ്കിൽ ഞാൻ 25 റുപ്യയാണ് സ്ക്വയർ ഫീറ്റിന് ചാർജ് വാങ്ങുന്നത്. അതിപ്പോൾ 2 മറിയാണെങ്കിൽ, അതായത് എ ട്രസ് ഫ്രെയിം ആണെങ്കിൽ 20 റുപ്യ വാങ്ങുന്നുണ്ട്. ഒറ്റ സിംഗിൾ സ്ലോപ്പ് ആണെങ്കിൽ ചിലപ്പം 18 റുപ്യ മുതൽ 20 റുപ്യ വരെ ഞാൻ ചാർജ് വാങ്ങുന്നുണ്ട്. ഇതാണ് എൻ്റെ സ്ക്വയർ ഫീറ്റ് ചാർജ് വരുന്നത്. അതിൻ്റെ മുകളിൽ പോകുമ്പോൾ എമൗണ്ടിന് വ്യത്യാസം വരും. കാരണം ഹൈറ്റ് കൂടുന്നതിന് അനുസരിച്ച് പണിയിലെ റിസ്ക്കും കൂടുന്നത് കൊണ്ടാണ് എമൗണ്ടിൽ മാറ്റം വരുന്നത്. പല ആൾക്കാരും പല രീതിയിലാണ് ചാർജ് വാങ്ങുന്നത്. എൻ്റെ ചാർജ് മാത്രമാണ് ഞാൻ ഇപ്പം ഈ വീഡിയോയിൽ പറയുന്നതും. ഈ ചാർജ് കണ്ടിട്ട് നിങ്ങൾ മറ്റുള്ള വെൽഡറോട് വില പേശാൻ നിൽക്കരുത്. ഓരോരാളും ഓരോ രീതിയിലാണ് വർക്ക് എടുക്കുന്നതും. പിന്നെ എൻ്റെ വർക്കിൻ്റെ ക്വാളിറ്റിനെ കുറിച്ചിട്ട് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്. നിങ്ങൾ വർക്ക് ഫുള്ളായിട്ട് നമ്മളെല്ലാ വീഡിയോയിലും കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ കാണാം, ജോയിൻ്റ് കാര്യങ്ങളൊക്കെ പക്ക ക്ലിയർ ആക്കിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓരോ മൂലയും. പിന്നെ ഇവിടെ 2.5 ഇഞ്ച് റൗണ്ട് തൂണും 3.5 പൈപ്പിനെ കൊണ്ടുമാണ് ഫുള്ളായിട്ട് സെറ്റാക്കിയിട്ടുള്ളത്. ഇവിടെ ജോയിൻ്റ് ഞാൻ വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. അടിയിലാണെങ്കിൽ ഒരു 1/2 ഇഞ്ച് കൂട്ടി കട്ട് ചെയ്തുകൊണ്ട് തന്നെ താഴത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് ഗ്യാപ്പ് കാര്യങ്ങളൊന്നും കാണാൻ വേണ്ടി പറ്റുകയും ചെയ്യില്ല. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, ഇത് വൺ സൈഡ് 16 ഫീറ്റേ വരുന്നുള്ളൂ. അതുകൊണ്ട് സിംഗിൾ പൈപ്പിലാണ് നമ്മൾ ഫുള്ളായിട്ട് സെറ്റാക്കിയിട്ടുള്ളത്. സിംഗിൾ പൈപ്പിൽ ചെയ്യുന്ന ഒരു എമൗണ്ടാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. ചില സ്ഥലത്തുണ്ട് ട്രസ് പോലെ അടിച്ചിട്ട്, അതായത് ഏണി മാതിരി അടിച്ചിട്ട് ചെയ്യുന്നത്. അതിനൊക്കെ എമൗണ്ട് കൂടുതലേ വരുള്ളൂ. അതൊക്കെ നമുക്ക് വർക്ക് കൂടുതലാണ്. പിന്നെ ഇവിടെ 2 ഇഞ്ച് റൗണ്ട് GI ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 3ക്ക് 1.5 പൈപ്പിനെ കൊണ്ട് ബീമും 1.25 പൈപ്പിനെ കൊണ്ട് പെർലിങ്ങുമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളെ ഓരോ നില മുകളിലോട്ട് കയറുമ്പോഴും വർക്ക് എപ്പോഴും നല്ല മെറ്റീരിയൽ ഇട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഓരോ നില മുകളിലോട്ട് കയറുമ്പോഴും അത് എന്തായാലും നല്ല മെറ്റീരിയൽ മാത്രം ഇട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് റീവർക്കിന് എമൗണ്ട് വളരെ കൂടുതലായിരിക്കും. ഏതൊരു പണിക്കാരും വന്നു കഴിഞ്ഞാലും റീവർക്കിന് നല്ലൊരു എമൗണ്ട് എന്തായാലും വാങ്ങിക്കും. ഹൈറ്റ് കൂടുന്നതിൻ്റെ കണക്കായിട്ട് റിസ്ക്കും കൂടുതലായിരിക്കും. അതുപോലെ ഷീറ്റ് ടാറ്റ വരുന്നത് 3.7 ആണ്. 3.7 കഴിഞ്ഞാൽ 4.7 ആണ് ടാറ്റൻ്റെ ഷീറ്റിൻ്റെ ഗേജ് വരുന്നത്. ബാക്കിയുള്ള എല്ലാ ഷീറ്റും 3.5 ഉണ്ടാവുള്ളൂ. 3.5, 4.5 അങ്ങനെയാണ് മറ്റുള്ള ഷീറ്റൊക്കെ ഗേജ് വരുന്നത്. ടാറ്റ മാത്രം 3.7, 4.7 വരുന്നത്. ടാറ്റയ്ക്ക് ഇപ്പോഴത്തെ റേറ്റ് എനിക്ക് തോന്നുന്നത് 141, 142 മറ്റാണ് ഇപ്പം റണ്ണിങ് ഫീറ്റിന് എമൗണ്ട് വരുന്നത്. അതുപോലെ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ സ്ക്വയർ പാത്തിയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. റൗണ്ട് പാത്തി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിനാൽ എമൗണ്ട് കുറച്ച് കുറവായിരിക്കും. പക്ഷേ സ്ക്വയറിൻ്റെ അത്ര ക്വാളിറ്റി റൗണ്ടിന് ഇല്ല എന്നുള്ള നിലക്കാണ് സ്ക്വയർ തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. 6 ഇഞ്ച് പാത്തിയാണ്. പിന്നെ ഈ ഒരു എമൗണ്ടിൽ നമ്മൾ വാങ്ങുന്ന ഈ ഒരു ചാർജിൽ നമ്മൾ പ്രൈമറി കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ വരുന്നതാണ് പെയിൻറ്റ് കാര്യങ്ങളൊക്കെ. അതായത് പ്രൈമറിൻ്റെ മുകളിൽ പിന്നെ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ചില പാർട്ടി പറയുന്നുണ്ട്. അത് ഈ ഒരു വർക്കിൻ്റെ കൂടെ വരുന്നതല്ല, അത് എക്സ്ട്രാ പെയിൻറ്റിങ് എക്സ്ട്രാ ചിലവ് വരുന്ന കാര്യമാണ്. അത് ചില ആൾക്കാർ താഴത്തുനിന്ന് തന്നെ അടിച്ചിട്ട് കയറ്റുന്നതായിരിക്കും. ചില ആൾക്കാർ ഫുള്ളായിട്ട് ഫ്രെയിം കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറയുന്നത്. അത് കാരണം പിന്നെ നമ്മൾ വലിക്കുമ്പോൾ ഒക്കെ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ രണ്ടാമതും ടച്ചാക്കേണ്ട ഒരു പണി കൊണ്ട് മുകളിൽ കയറ്റി വെച്ച് അടിച്ചാൽ, മുകളിൽ കയറ്റി വെച്ച് അടിക്കുമ്പോൾ ഉള്ള പ്രശ്നം ഒന്നാമത്തേത് പണി കൂടുതലായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ 2000 റുപ്യ തരാം, 3000 റുപ്യ തരാം എന്ന് പറഞ്ഞാൽ നമുക്ക് പണിക്കാരെ ഏൽപ്പിച്ചിട്ട് പോകാൻ കഴിയില്ല. കാരണം അടിച്ചാലും തീരാത്ത പോലെ ഉണ്ടാവും. പണി കൂടും. ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസമൊക്കെ വർക്ക് എടുക്കേണ്ടി വരും. ഇവിടെ പ്രൈമർ അടിച്ചതിന് ശേഷം വീട്ടുകാർ തന്നെയാണ് പെയിൻറ്റിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ആളെ ഏൽപ്പിച്ചത്. പിന്നെ അതേമാതിരി നമ്മൾ ഈ പാത്തിൻ്റെ പൈപ്പ്, PVC പൈപ്പ് താക്കാൻ വേണ്ടിയിട്ട് അതും എക്സ്ട്രാ വരുന്നതാണ്. അതിപ്പം ഒന്നിക്ക് നമ്മൾ പ്ലംബറെ ഏൽപ്പിച്ചു കൊടുക്കും, എല്ലാന്നുണ്ടെങ്കിൽ വീട്ടുകാർ തന്നെ പ്ലംബറെ ഏൽപ്പിക്കലാണ് പതിവ്.
പിന്നെ നമ്മളിവിടെ സെൻറ്ററിൽ ആ ജോയിൻറ്റ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് 6 ഇഞ്ച് വാഷറും കൂടി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. ആ താഴ്ന്ന അടിഭാഗത്ത് ഫുള്ളായിട്ട് 4 മൂലക്കൊന്നും വന്ന് പൈപ്പ് തട്ടി നിൽക്കുമ്പം ഒരു ബോറായിട്ട് കാണേണ്ട എന്നുള്ള നിലക്കാണ് നമ്മൾ ആ വാഷർ സെറ്റാക്കിയിട്ടുള്ളത്. ഇതാണ് നമ്മളെ വർക്കിൻ്റെ ഏകദേശ രൂപം. ഷീറ്റ് ഇട്ടിട്ട് മുകളിൽ നിന്നുള്ള വ്യൂ ഞാൻ അടുത്ത